ഹലോ ഗൈസ്, ഇന്ന് കഴിഞ്ഞപ്പോൾ 6 മണിക്ക് ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങി. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. നമ്മളെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമയിലെ പൃഥ്വിരാജും ബേസിലും ഒക്കെ ഉള്ള ഒരു പടമാണ്. അപ്പോൾ എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഫുള്ള് ചിരി പടമായിരിക്കും. ഇത് ഡയറക്റ്റ് ചെയ്തൊക്കെ നമ്മളെ വിപിൻ ദാസാണ്, ജെ ഒക്കെ ചെയ്ത. പിന്നെ പ്രൊഡ്യൂസർ E4 എൻ്റർടൈൻമെൻറ്റ്, അത് CV സാരഥിയും മുകേഷ് ശർമ്മയും പിന്നെ അവരൊക്കെ ഉണ്ട്. ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനാണ്. പൃഥ്വിരാജ് ഇതിൽ പ്രൊഡക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ എടുക്കൂലല്ലോ. അപ്പം സിനിമ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി ചിരി പടമായിരിക്കും. ചിരിക്കാനുള്ള എല്ലാ വകയും ഞാൻ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ബേസിൽ കല്യാണം കഴിക്കാനായിട്ട് ഗൾഫിൽ പോയി വന്ന് പിന്നെ നോറ്റ് കിട്ടിയ ഒരു കല്യാണം, ആ ഒരു കല്യാണം നടക്കൂല എന്നുള്ള ഒരു ടെൻഷനിൽ അപ്പം ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ടേ അപ്പോൾ ഓരോന്നിങ്ങനെ കാണിക്കുന്നത്. ഇവർ ഈ പൃഥ്വിരാജും ബേസിൽ അളിയനുമാണ്. അതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നി, അളിയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി ചിരിപ്പടായിരിക്കും പൃഥ്വിരാജിനെ കൊണ്ട്. പിന്നെ എന്ത് കാലിബറുള്ള നടനാണ് ഈ പൃഥ്വിരാജ് എന്നാണ് ഞാൻ ഇത് ആലോചിക്കുന്നത്. എല്ലാ രീതിയിലും ആദ്യം തന്നെ ആ ട്രെയിലറിൽ തന്നെ ചിരിച്ച് ഓരോ ഡയലോഗ് പറയുന്നുണ്ട്. നീ ഭയങ്കര ഗ്ലാമർ തന്നെയല്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്ത് ഹ്യൂമർ. ആ ചിരി കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലാവും എന്ത് ടൈപ്പുള്ള പടമാണ്. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ചിരിപ്പിക്കാനായിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിപിൻ ദാസ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കളർ പടമായിരിക്കും. അപ്പോൾ ഈ കല്യാണം നടക്കൂല്ലേ എന്നുള്ളവരാണ് ചോദ്യമാണ് ഈ ഒരു സിനിമ. ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് ഈ ഒരു കല്യാണം നടത്തുകയില്ലേ എന്നുള്ളത്. അപ്പം ഇത് ആദ്യം ഇമ്പ്രസ് ചെയ്യും, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവും, കല്യാണം നടക്കാതിരിക്കാൻ അങ്ങനെ എന്തോ ലാസ്റ്റ് നടക്കുമായിരിക്കും. എല്ലാ സിനിമയും അങ്ങനെയാണല്ലോ. അപ്പം ട്രെയിലർ കാണാത്തൊരു കാണുക, അടിപൊളി പടമാണ്. അപ്പം ഞാനും വെയിറ്റിംഗ് ആണ് ഇത് പെട്ടെന്ന് തന്നെ ഇറങ്ങാനായിട്ട്. ഓക്കെ.